ഹായ്, ഇന്ന് ഞാനൊരു 3 മിനിറ്റ് സംസാരിക്കാൻ പോവാണ്. 1. ഞാൻ പറയുന്ന റീൽസിലെ ഇവിടെ പറയുന്ന ഓരോ റീൽസും ഡിഫറെൻറ്റ് ടോപ്പിക് ആയിരിക്കും 1 മിനിറ്റിൻ്റെ. അതായത് ഒരു ദിവസം ഞാൻ പറയുകയാണ്, പിശുക്ക് നല്ലതല്ല, നമ്മൾ എപ്പോഴും ആവശ്യത്തിന് ചിലവാക്കിയാൽ മാത്രമാണ് നമുക്ക് പണം വരാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഐ ആം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ആരാണ് പിശുക്കൻ എന്നുള്ളതിനൊരു എക്സാമ്പിളും പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പിന്നെ അടുത്ത ദിവസം ഐ മൈ ടെൽ, നോക്കൂ, നമ്മൾ കുറച്ചൊക്കെ കണ്ടറിഞ്ഞ് ജീവിക്കണം കേട്ടോ, നമ്മൾ കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പഠിക്കണം എന്ന് പറയുമ്പോൾ അവർ പറയും, ഇന്നലത്തെ റീലിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാനൊരു സോഷ്യൽ ഒബ്സർവറാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസർ കാറ്റഗറിയിലൊന്നും എന്നെ പെടുത്തണ്ട. ഐ ആം ജസ്റ്റ് എ പേഴ്സൺ ഹു ജസ്റ്റ് സ്പീക്സ് ഔട്ട് വാട്ട് other people are not daring to open up. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. കാരണം ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെയും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ മക്കളെ നോക്കാത്ത അച്ഛനമ്മമാരുണ്ടാകാം, ചില സ്ഥലങ്ങളിൽ മക്കളെ വല്ലാതെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന അച്ഛനമ്മമാരുണ്ടാകാം. വീട്ടുക്ക് വാസപ്പടി എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ലൈക്ക് ഇൻ ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസ് ഇറ്റ് മൈറ്റ് ചേഞ്ച്, പെർമ്യൂട്ടേഷൻസും ചേഞ്ച് ആകും. ചില സ്ഥലങ്ങളിൽ മകളോടായിരിക്കും കൂടുതൽ താല്പര്യം, ചില സ്ഥലങ്ങളിൽ ആൺമക്കളോടായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ ഓരോരോ ചട്ടക്കൂടിൽ നിന്നിട്ടല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്, ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പുരുഷന് ഫാമിലി എന്ന് പറയുന്നത് തൻ്റെ അച്ഛനിലേക്ക് തിരിഞ്ഞു നോക്കൂ. ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ അമ്മ കണ്ടേക്കാം, അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റി എടുത്ത ആളാണെങ്കിൽ. ചില വീടുകളിൽ അങ്ങനെയല്ല, ആ അച്ഛനും അമ്മയും മാത്രമായിട്ട് വേറെ വീട്ടിലേക്ക് മാറി താമസിച്ചേക്കാം. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഓരോ വീടിൻ്റെ സർക്കംസ്റ്റൻസസ് അനുസരിച്ചും യു വിൽ നോട്ട് ഹാവ് എനി ടെംപ്ലേറ്റ്. ഒരു ടെംപ്ലേറ്റ് തന്നെ എനിക്കും പറയാൻ പറ്റിയെന്ന് വരില്ല അല്ലേ? ചില വീടുകളിൽ അതായിരിക്കാം ഏറ്റവും നല്ലത്. നല്ല സുഹൃത്ത് ബന്ധവും നല്ല സിബ്ലിങ്സ് തമ്മിൽ വളരെ ഒത്ത് പോകുന്ന വീടുകളും അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യം വരും, സ്വാഭാവികം. പക്ഷെ നിങ്ങൾ ജഡ്ജ്മെൻറ്റിലാവല്ലേ എന്ന് തന്നെയാണ് ഞാൻ തിരിച്ചും പറയുന്നത്. എൻ്റെ എല്ലാ റീൽസിലും ഓരോരുത്തർക്ക് ദേഷ്യം വരും. അതായത് ചില റീലുകളിൽ ഞാൻ പറയും, നിങ്ങൾ അമ്മായിമ്മ കൂടെ കൂട്ടിക്കോളൂ, കാരണം കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുമ്പോൾ നമുക്കൊരു പീസ് ഉണ്ടാകും എന്ന് പറയും. അപ്പം പെൺകുട്ടികളെല്ലാം കൂടെ ഈ ചേച്ചി എവിടുത്തെ കാര്യമാണെന്നും പറഞ്ഞ് എന്നെ ചീത്ത പറയാൻ വരും. അതല്ല, ഞാൻ പെൺകുട്ടികളുടെ അടുത്ത് പറയുകയാണ്, മക്കളെ, ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ വന്ന് എന്നെ ചീത്ത വിളിക്കും. എന്നിട്ട് പറയും, ഈ ചേച്ചി കാരണം വീട്ടിൽ ഒരു സൗകര്യമില്ല, ഇവരുടെ റീൽസ് ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടികൾ, അല്ലെങ്കിലേ ഇവളുമാർക്ക് കൊമ്പ് കൂടുതലാണെന്നും പറഞ്ഞ് അവർ. ഇതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഏത് വീട്ടിൽ എന്ത് കാണുന്നുവോ അല്ലെങ്കിൽ ഏത് സൊസൈറ്റിയിൽ എങ്ങനെ എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ടോ അതിവിടെ പറയുന്നു എന്ന് മാത്രം. അതിൽ ചില സമയങ്ങളിൽ അച്ഛനായിരിക്കാം വില്ലൻ, ചിലതിൽ അമ്മായിയമ്മയായിരിക്കാം, ചിലതിൽ മരുമകൾ തന്നെയായിരിക്കാം, ചിലതിൽ മകനായിരിക്കാം. ഇതെല്ലാം പെർമ്യൂട്ടേഷൻസ് മാറിയും തിരിഞ്ഞും ഒക്കെ വരും. ശരിയല്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്ക് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റിൽ സംസാരിക്കാൻ പറ്റുമോ? കമൻറ്റ്.